അഞ്ചാമത് ദിശാദർശൻ മെറിറ്റ് അവാർഡ് 1200 കുട്ടികൾക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ MP 14-ന് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മജീഷ്യൻ സാമ്രാജ് വിശിഷ്ടാതിഥിയായിരിക്കും. അഡ്വക്കേറ്റ് സജി ജോസഫ് MLA സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ദിശാദർശൻ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ A+ വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന മെറിറ്റ് അവാർഡ് വിതരണം ജൂൺ 14-ന് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ചെമ്പന്തൊട്ടി ചെറുപുഷ്പം UP സ്കൂളിൽ വെച്ച് നടക്കും. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിക്കും. വിശിഷ്ടാതിഥികളായി പ്രശസ്ത മജീഷ്യൻ സാമ്രാജ്, സിനി ആർട്ടിസ്റ്റും അവതാരകയുമായ മാല പാർവതി എന്നിവർ പങ്കെടുക്കും. കഴിഞ്ഞ 4 വർഷവും ഇതുപോലുള്ള മെറിറ്റ് അവാർഡ് വിതരണം അഡ്വക്കേറ്റ് സജി ജോസഫ് MLA നേതൃത്വത്തിൽ വിപുലമായ രീതിയിൽ മണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ വെച്ച് നടത്തിയിരുന്നു. SSLC +2 വിഭാഗങ്ങളിലായി മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ 1200 കുട്ടികൾക്കാണ് ഇത്തവണ മെറിറ്റ് അവാർഡ് ലഭിക്കുക. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കും മണ്ഡലത്തിൽ താമസക്കാരായ എന്നാൽ മണ്ഡലത്തിന് പുറത്തുള്ള വിദ്യാലയങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കുമാണ് മെറിറ്റ് അവാർഡ് നൽകുന്നത്. നിയോജക മണ്ഡലത്തിൽ നിന്നും ഈ വർഷം SSLC +2 പരീക്ഷകളിൽ 100% വിജയം നേടിയ 47 വിദ്യാലയങ്ങൾക്ക് എക്സലന്റ് അവാർഡ് ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യും. ഇതിൽ 38 വിദ്യാലയങ്ങൾ SSLC വിഭാഗത്തിലും 9 വിദ്യാലയങ്ങൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഉൾപ്പെടുന്നു. ഇതുകൂടാതെ വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ച് സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലോ 1, 2, 3 സ്ഥാനം നേടിയ 7 പേർക്ക് ദിശാദർശൻ സ്പെഷ്യൽ അച്ചീവ്മെന്റ് അവാർഡ് ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യും. ഉപരിപഠന സാധ്യതകൾ വിശകലനം ചെയ്യുന്ന കരിയർ ഗൈഡൻസ് സെഷനുകൾ ഇതോടനുബന്ധിച്ച് നടക്കും. കുട്ടികൾക്ക് പഠന പ്രചോദനം നൽകുന്നതിന് വേണ്ടിയുള്ള മോട്ടിവേഷൻ സെഷൻ മാല പാർവതി നയിക്കും. 14 രാവിലെ 8:30 രജിസ്ട്രേഷൻ ആരംഭിക്കും. 9 മണിക്ക് തന്നെ സെഷനുകൾ തുടങ്ങുന്നതിനാൽ കൃത്യസമയത്ത് വിദ്യാർത്ഥികൾ എത്തിച്ചേരണം. ദിശാദർശൻ കോർഡിനേറ്റർ ഡോക്ടർ KP ഗോപിനാഥൻ, മട്ടന്നൂർ NSS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു, ചെമ്പന്തൊട്ടി ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് റിൻസി ജോസഫ്, ചെമ്പന്തൊട്ടി ചെറുപുഷ്പം UP സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ലൗലി M. പോൾ, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ യാസിറ, ഇരിക്കൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ സുനിൽ കുമാർ, അമൽ തോമസ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ദിശാദർശൻ എന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി രൂപം കൊണ്ടിട്ട് 5 വർഷമായി. വിദ്യാഭ്യാസ രംഗത്ത് നാളിതുവരെ ഇല്ലാത്ത വിധം പ്രത്യേകമായ പദ്ധതികളാണ് ദിശാദർശൻ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. ദിശാദർശൻ എന്ന പേര് തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. ഈ മണ്ഡലത്തിലുള്ള വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ശരിയായ ദിശ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. കരിയർ ഗൈഡൻസ് പോലുള്ള ക്ലാസുകൾ, SSLC +2 കുട്ടികൾക്കുള്ള ഉയർന്ന നിലവാരത്തിലുള്ള കുട്ടികൾക്കുള്ള അനുമോദനങ്ങൾ, പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള ക്ലാസുകൾ, ഇപ്പൊ തന്നെ നമ്മൾ ഏറ്റവും അവസാനം ഈ സേ പരീക്ഷക്ക് തയ്യാറാവാനുള്ള കുട്ടികൾക്കുള്ള ക്ലാസുകൾ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്തരം ക്ലാസുകൾ, അധ്യാപകർക്കുള്ള പരിശീലന പദ്ധതികൾ, മോട്ടിവേഷൻ ക്ലാസുകൾ, ഈ അവർക്ക് കുറച്ചുകൂടി പ്രോത്സാഹനജനകമായിട്ടുള്ള ഈ സ്വാതന്ത്ര്യ ദിനത്തിനും അതുപോലെ മറ്റു ചില പരിപാടികൾക്കൊക്കെ നമ്മൾ കലാമത്സരങ്ങൾ പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മോട്ടിവേഷൻ പ്രവർത്തനങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട്. സ്പോർട്സ് മേഖലയിൽ വലിയ ചുവടുവെപ്പ് നടത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം PT ഉഷ ഇവിടെ വരികയും നമ്മളെ കുട്ടികളെ കണ്ടെത്തി അവരെ സെലക്ട് ചെയ്ത് കൊണ്ടുപോവുകയും 3 പേര് PT ഉഷ അക്കാദമിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കരിയർ എക്സ്പോ നടത്തിയിട്ടുണ്ട്. ഈ വർഷം നമ്മൾ കരിയർ എക്സ്പോ നടത്തുന്നില്ല. കഴിഞ്ഞ വർഷവും അതിന് മുന്നിലത്തെ വർഷവും കരിയർ എക്സ്പോ നടത്തിയിട്ടുണ്ട്. 5 കുട്ടികൾ, സന്തോഷകരമായ ഒരു കാര്യം, 5 കുട്ടികൾ അതിൽ ജോലി നേടി അവരെയും കൂടി നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ സന്തോഷകരമായ കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ 5ാമത് ദിശാദർശൻ മെറിറ്റ് അവാർഡ് ചെമ്പന്തൊട്ടി ചെറുപുഷ്പം UP സ്കൂളിൽ വെച്ചിട്ട് ശനിയാഴ്ച രാവിലെ നടത്തുകയാണ്, ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ബഹുമാനായ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രശസ്തനായ മജീഷ്യൻ ശ്രീ സാമ്രാജ് ആണ് നമുക്ക് വിശിഷ്ടാതിഥിയായിട്ട് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയായിട്ടുള്ള, അതുപോലെ സിനിമ ആർട്ടിസ്റ്റ് കൂടിയായിട്ടുള്ള മാല പാർവതിയും വിശിഷ്ടാതിഥിയായി കൂടെ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും പങ്കെടുക്കുന്നു. ഇതിന്റെ ഒരു പ്രത്യേകത എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ
1200 കുട്ടികൾ, ഈ മണ്ഡലത്തിലുള്ള മുഴുവൻ കുട്ടികൾക്കും എന്ന് വെച്ചാൽ A+ നേടിയിട്ടുള്ള SSLC +2 വിഭാഗത്തിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയിട്ടുള്ള മുഴുവൻ കുട്ടികളെയും അനുമോദിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് സാധിക്കാതെ പോയ കാര്യങ്ങളും കൂടി നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നുണ്ട്. കാരണം മറ്റ് ഈ മണ്ഡലത്തിന് പുറത്തുള്ള വിദ്യാലയങ്ങൾ പഠിക്കുന്ന കുട്ടികളെയും ഞങ്ങൾ ഇപ്രാവശ്യം കണ്ടെത്തി അവർക്ക് കൂടി ഈ അനുമോദനം കൊടുക്കുന്നുണ്ട്. അപ്പൊ മുഴുവൻ കുട്ടികളും നാളെ മറ്റന്നാൾ ചെമ്പന്തൊട്ടിയിൽ എത്തിച്ചേരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. സ്കൂളിൽ ഔദ്യോഗികമായി DO മുഖാന്തരമുള്ള അറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയ വഴിയുള്ള അറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യമുള്ളത്, ഈ 100% വിജയം നേടിയ സ്കൂളുകൾ, അതിന് പിന്നെ SSLCയിലും +2 വിഭാഗത്തിലും വിജയം നേടിയ സ്കൂളുകൾക്കുള്ള അനുമോദനം അംഗീകാരവും നമ്മൾ ഈ പ്രാവശ്യം അതിന്റെ കൂടെ തന്നെ നടപ്പിലാക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഈ നിയോജക മണ്ഡലത്തിൽ വളരെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തികളെ പ്രത്യേകമായി ആദരിക്കുന്നുണ്ട്, അനുമോദിക്കുന്നുണ്ട്. അത് കലാ, കായിക, മറ്റ് ഏത് മേഖലയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചവരെയാണ്. അങ്ങനെ ഇപ്രാവശ്യം നമുക്ക് അങ്ങനെയുള്ള 7 പേരെയാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് ലെവലിലും അതിന്റെ മുകളിലുള്ളവരെ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. ഒരുപാട് അപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. നമുക്ക് അതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്ത് സ്റ്റേറ്റ് ലെവലിൽ 1, 2, 3, അതേപോലെ നാഷണൽ ലെവലിലും ആ ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ച ആളുകളെയാണ് നമ്മൾ ഈ കൂട്ടത്തിൽ പ്രത്യേകിച്ചിട്ട് അനുമോദിക്കുന്നത്. അത്തരം ഒരു പരിപാടിയോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇനി ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരിയർ ക്ലാസ് ഇതിന്റെ കൂടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ മാലാ പാർവതി ആ ക്ലാസ് നയിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഇനി ഒരു ഉപരിപഠനം എങ്ങനെ ഏത് തരത്തിൽ കൊണ്ടുപോകണം എന്നതിനെ കുറിച്ച് ഒരു ദിശാബോധം നൽകുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു ക്ലാസ് ഇതിന്റെ ഭാഗമായിട്ട് നടക്കും.